വെൽക്കം ബാക്ക് ടു സിയാജി കിച്ചൺ. എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ഓണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം അടിപൊളി ഒരു മോരുകറിയാണ്. നമുക്കറിയാം ഓണത്തിന് സ്പെഷ്യലായിട്ട് മോരുകറിയുണ്ട്. മോരുകറി ഇല്ലാത്തൊരു ഓണം നമുക്ക് സങ്കല്പിക്കാനേ കഴിയത്തില്ല. അപ്പം സിമ്പിളായിട്ട് നമുക്കൊരു മോരുകറി ഉണ്ടാക്കാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അടിപൊളി രീതിയിലുള്ള ഒരു മോരുകറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മോരുകറി ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടിയെന്ന് പെട്ടെന്ന് പറയാം. ഈ മോരുകറി ഇൻഗ്രീഡിയൻസ് എല്ലാം എന്തെല്ലാം വേണ്ടിയെന്ന് നമുക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും ഞാനൊരു പെട്ടെന്ന് പറയാമേ. ഒന്ന് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് വേണ്ടിയത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അതുപോലെ നമ്മൾ കുഞ്ഞ് ചുമന്നുള്ളി നല്ല ഒരു 8 എണ്ണം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. പിന്നീട് നമുക്ക് വേണ്ടിയത് ചെറുതായി നീളത്തിൽ അരിഞ്ഞ വെളുത്തുള്ളി, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഇനി നമ്മുടെ തൈരാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. തൈര് ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. തക്കാളി ഇട്ടൊരു മോരുകറിയാണ് നമ്മൾ ഉണ്ടാക്കി. തക്കാളി കൂടുതൽ ടേസ്റ്റ് വരാൻ വേണ്ടി കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമ്മുടെ ഒരു ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമില്ല, 1/2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ കടുക് 1 ടീസ്പൂൺ. ഇത് നമ്മുടെ ഉലുവയാണ്. ഉലുവ 1 ടീസ്പൂൺ. ഇത് ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ മുളകാണ്, ഉണക്കം മുളകാണ്. ഇത് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ കേട്ടോ. പിന്നെ കരിയാപ്പില 1 ടീസ്പൂണ്. പിന്നെ ഉപ്പ് 2 ടേബിൾ സ്പൂണാണ് വേണ്ടിയത്. ഇനി നമുക്ക് തൈര് 2 കപ്പ് തൈര് നല്ലതായിട്ട് ഉടച്ചെടുക്കണം. ഒരു വിസ്ക് ഉപയോഗിച്ച് നമ്മൾ ആ തൈരിലെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണേ. വിസ്ക് ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് ജാറിലെടുത്ത് 2 കപ്പ് തൈരും 1 കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് നല്ലതായിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടയ്ക്കാം. കണ്ടോ, നല്ല രസമായിട്ട് ഇപ്പോൾ കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മനോഹരമായിട്ട് കിട്ടിയിട്ടുണ്ട്. 2 കപ്പ് തൈരിന് നമ്മൾ ഇതിലേക്ക് എന്നിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം അവർക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. കാരണം ചിലർക്ക് ലൂസായിട്ട് വേണം, ചിലർക്ക് ഇച്ചിരി കട്ടിയായിട്ടുള്ള വേണം. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പറായിട്ട് തൈരിലെ കട്ടയൊക്കെ ഉടഞ്ഞ് നമുക്ക് മോരുകറിക്ക് പറ്റിയ മീനിൽ തൈര് സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കൂട്ടുകാരെ, ഇനി ഒരു പാന് നമ്മൾ സ്റ്റവിലെടുത്ത് തീ കത്തിച്ച് മോരുകറി റെഡിയാക്കാനായിട്ട് തുടങ്ങാൻ പോവുകയാണ്. പാനൊക്കെ നല്ലതായിട്ട് ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അത് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇനി വെളിച്ചെണ്ണ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ്, ഇച്ചിരി 2 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. ആ മോരുകറിക്ക് ടേസ്റ്റ് കൂടാൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ, എന്നാലേ ടേസ്റ്റൊക്കെ വരത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് എണ്ണ നല്ലതായിട്ട് ചൂടാകണേ. ഇപ്പോൾ എണ്ണ നല്ലതായി ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നല്ലതായിട്ട് ചൂടായി. ഇനി അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് നല്ലതായിട്ട് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ കടുക് എണ്ണയിലിട്ട് ചൂടായി ഇത് പൊട്ടിത്തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് വീണ്ടും നമ്മൾ ഉലുവ അല്ല ഫെനുഗ്രീക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അത് 1 സെക്കൻഡ് ഒന്ന് ചൂട്. കടുക് ഇങ്ങനെ നല്ലതായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അത് 1 സെക്കൻഡ് അങ്ങോട്ട് ചൂടാക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം.
ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല ടേസ്റ്റ് ഇട്ടാണ് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കൊച്ചുള്ളി, ചെറിയ കൊച്ചുള്ളി 8 എണ്ണം നമ്മൾ അരിഞ്ഞു വെച്ചായിരുന്നു. അതങ്ങോട്ട് ചേർത്ത് ഇങ്ങോട്ട് ഇളക്കി നല്ല ഗോൾഡൻ ബ്രൗൺ കളറാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാമേ. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇടണേ. ഇനി ഇതിലേക്ക് നമ്മുടെ തക്കാളി, മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തക്കാളി പുളിശ്ശേരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓണ സ്പെഷ്യലിനല്ലേ. തക്കാളി 2 എണ്ണ അരി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാമേ. ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് 1 ടേബിൾ സ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളി കുറച്ച് വേഗം വേണ്ടി നമ്മൾ ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇതാ ഇങ്ങനെ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നമ്മൾ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇതാ ഇപ്പോൾ 2 മിനിറ്റ് തക്കാളി നല്ലതായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി തുറന്നിട്ട് 1 മിനിറ്റ് കൂടെ ഇളക്കി നല്ലതായിട്ട് ഇളക്കുക. അത് നല്ലതായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. നേരത്തെ റെഡിയാക്കി വെച്ച മോര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ മോരിപ്പോൾ ചേർത്ത് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പൂടി ചേർക്കുക. ഓരോ തൈരിൻ്റെ പുളി അനുസരിച്ചാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ചെറുതായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. സ്റ്റൗ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കണം. അധികം ചൂടാക്കണ്ട. 1 സെക്കൻഡ് ചൂടാക്കിയാൽ കാണാം. ഇത് മോര് കൂടുതൽ ചൂടാക്കിയാൽ ഇത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 1 സെക്കൻഡ് ഇളക്കി കൊടുത്ത് സ്റ്റൗ ഓഫാക്കുക. ഇപ്പോൾ നമ്മുടെ മോര് കറി റെഡിയായി. നല്ല തക്കാളി ഇട്ടുകൊണ്ട് ഇതിന് പ്രത്യേക ടേസ്റ്റാണ്. 4 പേർക്ക് നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. ഇതൊഴിച്ച് ചോറ്, ഒരു കലം ചോറ് മൊത്തം നമുക്ക് കഴിക്കാൻ പറ്റും. നിങ്ങളും ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻസുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അയക്കാം. ഇത് ടേസ്റ്റ് ചെയ്താൽ എന്താ സൂപ്പർ എന്നറിയാം, എന്താ ഭംഗി നോക്കിയേ. ഇനി ഓണം നമ്മുടെ അടിപൊളിയാക്കാം. ഓക്കെ കൂട്ടുകാരെ, താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.